ഹായ് ആൾ എല്ലാവർക്കും എഡ്യു ഗാനറ്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 5 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ജയ്ശങ്കർ ടു വിസിറ്റ് പാകിസ്ഥാൻ ഫോർ SSCO's ഹെഡ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള ജയ്ശങ്കർ ഷാങ്ഹായ് കോർപ്പറേഷൻ മീറ്റിംഗിലേക്ക് പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ള ന്യൂസ് ആണ് നമുക്ക് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ പ്രധാനമന്ത്രിക്ക് വന്ന ഇൻവിറ്റേഷൻ ആണ്. സോ പ്രധാനമന്ത്രി അതിൽ പങ്കെടുക്കില്ല, അതിന് പകരം ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ പങ്കെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നടക്കുന്നതെന്ന് പറയുന്നത് ഇസ്ലാമാബാദിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു ബയലാറ്ററൽ ടോക്കിനായിട്ടോ മീറ്റിംഗിനായിട്ടോ ഇന്ത്യയിൽ പാകിസ്ഥാനിലേക്ക് പോയത് 2015 അത് അന്നത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ സുഷമ സ്വരാജ് ആണ് പോയിരിക്കുന്നത്. അത് ഹാർട്ട് ഓഫ് ഏഷ്യയുടെ കോൺഫറൻസിനും ബയലാറ്ററൽ ടോക്സിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അന്ന് അങ്ങനെ പോയിരുന്നത്. ഇനി ഷാങ്ഹായ് കോർപ്പറേഷനെ പറ്റി പറയുവാണെങ്കിൽ ആക്ച്വലി ഇതെന്ന് പറയുന്നത് ആദ്യമേ ഒരു ഷാങ്ഹായ് 5 എന്നൊരു ഓർഗനൈസേഷൻ ആയിരുന്നു ഇത് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം 1996 ഷാങ്ഹായ് 5 എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ആയിരുന്നത്. പിന്നീട് 2001 ഇതിനകത്ത് അത് ഷാങ്ഹായ് 5 എന്നുള്ളത് മാറിയിട്ട് ഷാങ്ഹായ് അല്ലെങ്കിൽ SSCO കോർപ്പറേഷൻ SSCO എന്നുള്ള രീതിയിൽ മാറി. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നുള്ള പേര് മാറ്റി. ആദ്യം എന്ന് പറയുന്നത് കസാഖിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, റഷ്യ ആൻഡ് തജിക്കിസ്ഥാൻ ആയിരുന്നു മെമ്പേഴ്സ് ആയിരുന്നത്. പിന്നീട് ഓരോരുത്തരായിട്ട് വന്നാണ് ഇത് SSCO എന്നായിട്ട് മാറിയത്. ഇതിൽ ഇന്ത്യ ഫുൾ ടൈം മെമ്പർ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2016 ഇന്ത്യ ഫുൾ ടൈം മെമ്പർ ആയിട്ട് ജോയിൻ ആയിരിക്കുന്നത്. ദെൻ ഇപ്പോൾ അത് 2021 ആയപ്പോഴാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു മെമ്പർ ആഡ് ചെയ്തത്. 2021 വന്ന മെമ്പർ എന്ന് പറയുന്നത് ഇറാൻ ആണ്. അപ്പൊ ഇന്ത്യ ആഡ് ചെയ്ത അതേ വർഷം തന്നെയാണ് പാകിസ്ഥാനും ആഡ് ആയിരിക്കുന്നത്, ഓർത്തിരിക്കുക. അപ്പൊ ഇപ്പൊ അതിനകത്ത് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചൈനയാണ്, സെക്കൻഡ് ഇന്ത്യ ആണ്, തേർഡ് എന്ന് പറയുന്നത് കസാഖിസ്ഥാൻ ആണ്, ദെൻ കിർഗിസ്ഥാൻ, റഷ്യ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കണക്ക് ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ. ഇത്രയും പേരാണ് ഇപ്പോൾ എന്തിനകത്തുള്ളത്, ഷാങ്ഹായ് കോർപ്പറേഷന്റെ ഓർഗനൈസേഷനകത്ത് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ പ്രത്യേകിച്ച് ഹെഡ് ഓഫീസ് ഒന്നുമില്ല, മെമ്പർ നേഷൻസ് തന്നെയാണ് ഇത് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തൊരു മൂന്ന് രാജ്യങ്ങളെ ഒബ്സർവേറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒബ്സർവേറ്റേഴ്സ് ആണ് ഒന്നെന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ, പിന്നെ ഒരു ഒബ്സർവേറ്ററി രാജ്യമായിട്ട് 3 പേരുണ്ട്, അഫ്ഗാനിസ്ഥാൻ, ബെലാറസ് ആൻഡ് മംഗോളിയാണ് ഇതിനകത്ത് ഒബ്സർവേറ്റേഴ്സ് ആയിട്ടിരിക്കുന്ന 3 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് ഡയലോഗ് പാർട്ട്നേഴ്സ് വരുന്നുണ്ട്. അത് നമ്മുടെ ഈജിപ്റ്റ്, നേപ്പാള്, ടർക്കി, ശ്രീലങ്ക ഒക്കെ ഇതിനകത്ത് ഡയലോഗ് പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്ന രാജ്യങ്ങളാണ്. മെമ്പേഴ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചൈന, ഇന്ത്യ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ഒബ്സർവേഴ്സ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് 3 പേര്, അഫ്ഗാനിസ്ഥാൻ, ബെലാറസ് ആൻഡ് മംഗോളിയ. ദെൻ അതിനകത്ത് ഡയലോഗ് പാർട്ട്നേഴ്സ് ആണ് അസർബൈജാൻ, ഈജിപ്റ്റ്, നേപ്പാള്, ഖത്തർ, ശ്രീലങ്ക എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യ ടു സൈൻ US പാക്ട് ഓൺ ക്രിട്ടിക്കൽ മിനറൽസ്. അപ്പോൾ ഇന്ത്യയും US ക്രിട്ടിക്കൽ മിനറൽസിനായിട്ട് ഒരു MOU സൈൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ക്രിട്ടിക്കൽ മിനറൽസിന്റെ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് സൈൻ ചെയ്തത്. ഇന്ത്യക്ക് വേണ്ടി സൈൻ ചെയ്തത് ഇന്ത്യയുടെ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള പീയൂഷ് ഗോയലും, എന്നാൽ US കൗണ്ടർ പാർട്ടി എന്നത് അവിടുത്തെ കൊമേഴ്സ് സെക്രട്ടറി ആയിട്ടുള്ള ജീന റായ്മോണ്ടോ ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് നമുക്ക് നോക്കാം. ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൺട്രിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ളതിനെയാണ് ക്രിട്ടിക്കൽ എന്നുള്ള രീതിയിൽ. അപ്പൊ US ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഒരു 35 മിനറൽസിനെ ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ എക്കണോമിക്കിന്റെയും അതേക്ക് നാഷണൽ സെക്യൂരിറ്റിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും സപ്ലൈ ചെയിൻസ് ഇതുകൂടാതെ നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പൊ മെയിൻ ആയിട്ട് എല്ലാ രാജ്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ക്രിട്ടിക്കലായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ഒന്നാമതൊരു മിനറലാണ് ലിഥിയം എന്ന് പറയുന്നത്, ബാറ്ററീസിന്റെ വേണ്ടിയിട്ട്. ദെൻ ഹീലിയം, ദെൻ യുറേനിയം, പൊട്ടാഷ്, ഇൻഡിയം, സ്ട്രോൺഷ്യം. ഇത് ഇത്രയുമാണ് നമ്മൾ എന്തായിട്ട് മെയിനായിട്ട് എല്ലാ രാജ്യങ്ങളും എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഒരു ക്രിട്ടിക്കൽ മിനറൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ലിഥിയം ഉണ്ട്, ലിഥിയം ബാറ്ററി ക്രിയേഷന് വേണ്ടിയിട്ടാണ്. ദെൻ യുറേനിയം ഉണ്ട്, അതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ റേഡിയേഷൻ തെറാപ്പിക്ക് വേണ്ടിയിട്ടാണ്. ദെൻ പൊട്ടാഷ് ഉണ്ട്,
ഫെർട്ടിലൈസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്ട്രോൺഷ്യം ആൻഡ് ഇൻഡിയം ഉണ്ട്. സ്ട്രോൺഷ്യം എന്ന് പറഞ്ഞാൽ ഫയർ വർക്കിലും ഇൻഡിയം എന്ന് പറയുന്നത് LCD സ്ക്രീൻസിന്റെ മേക്കിങ്ങിലുമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ മിനറൽസിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ചൈനയാണ്. അപ്പൊ ചൈനയ്ക്ക് എതിരായിട്ടാണ് ഇപ്പൊ ഇന്ത്യയും US കൂടെ ഒത്തു നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് WHO gives approval to first MPOS diagnostic test. ഇത് വളരെ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ പറ്റി എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോഴത്തെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്, റാപ്പിഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസാണ് എംപോക്സ് അല്ലെങ്കിൽ മക്കി പോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ടൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. അത് അലിനിറ്റി MP-X4 അസേ എന്നാണ് ആ ഒരു ടെസ്റ്റിന്റെ പേര്. അത് അബൌട്ട് മോളിക്കുലാർ ഇൻകോപ്പറേഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലാഡ് 1 എല്ലാം പറ്റത്തില്ല, ക്ലാഡ് 1 ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് ചെയ്ത ഉടനെ ക്വിക്കായിട്ട് തന്നെ ആക്യുറേറ്റ് ആയിട്ട് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മങ്കി പോക്സിനെ പറ്റി പറയുന്നത്, മങ്കി പോക്സ് എന്ന് പറയുന്നത് സൂണോട്ടിക് ഡിസീസ് ആണ്. സൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക്, ആനിമൽസ് ടു ഹ്യൂമൻ ബീയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൂണോട്ടിക് ഡിസീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് മങ്കി പോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 1958 ഡെൻമാർക്കിൽ മങ്കിയിലാണ് ആദ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് മങ്കി പോക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ അതിന്റെ പേര് എംപോക്സ് എന്ന് ആക്കിയിട്ടുണ്ട്. ദെൻ ഇത് ആദ്യമായിട്ട് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്ത് 1917 അത് ഡെൻമാർക്കിലാണ്. അതൊരു 9 വയസ്സുള്ള ഒരു ആൺകുട്ടിക്കാണ് അത് ഫസ്റ്റ് ഹ്യൂമൻ ബീയിങ്ങിൽ റെക്കഗ്നൈസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് UK സീസ് കാഗോസ് ഐലൻഡ്സ് സോവർണിറ്റി ടു മൗറീഷ്യസ് എന്നുള്ള ന്യൂസാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് ഇതെന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് കുറച്ച് ഹിസ്റ്ററി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അപ്പോൾ ഇപ്പോൾ ന്യൂസ് എന്താന്ന് പറഞ്ഞാൽ ആദ്യം ന്യൂസ് പറയാം, എന്നിട്ട് അതിൻ്റെ ഇതിലേക്ക് പോവാം. ന്യൂസ് എന്ന് പറയുന്നത് കാഗോസ് ഐലൻഡിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട്, ഒരു 10-90 വർഷങ്ങളായിട്ട് UK, ബ്രിട്ടനും മൗറീഷ്യസും തമ്മിൽ വഴക്കായിരുന്നു. അതിൽ ഇപ്പോൾ ഈ കാഗോസ് ഐലൻഡ് ആർക്ക് സ്വന്തം, മൗറീഷ്യസിന് സ്വന്തം എന്നുള്ള ന്യൂസാണ് വരുന്നത്. എന്നാൽ ഈ കാഗോസ് ഐലൻഡിൽ തന്നെയുള്ള ഏറ്റവും വലിയൊരു വലിയൊരു ഐലൻഡാണ് ഡിയാഗോ ഗാർഷ്യ എന്ന് പറയുന്നത്. അവിടെ അതിന്റെ പ്രത്യേകത, അവിടെയാണ് US-നും UK-ക്കും എല്ലാം മിലിറ്ററി ബേസസ് ഉള്ള ഒരു സ്ഥലമാണ്. അത് UK-യുടെ അണ്ടറിലായിരിക്കും എന്നുള്ളതാണ് ന്യൂസ് വന്നിരിക്കുന്നത്. ഇനി ഇതിനെ പറ്റി പറയുവാണെങ്കിൽ ഇന്ത്യയും അതിനിടയ്ക്ക് അമേരിക്കയുമാണ് ഇതിനകത്ത് എന്ത് ചെയ്തത്, മീഡിയേറ്റർ ആയിട്ട് നിന്നത്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1638 മൗറീഷ്യസിൽ ഡച്ച് കോളനി സ്ഥാപിക്കുന്നത്. അത് 1710 വരെ ഏകദേശം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഡച്ചുകാര് മൗറീഷ്യസിൽ കോളനി താമസിക്കും. പിന്നീട് 1715 ആയപ്പോഴത്തേക്ക് അത് ആര് ഓക്യുപ്പൈ ചെയ്തു, ഫ്രഞ്ച് ഓക്യുപ്പൈ ചെയ്തു. അങ്ങനെ ഫ്രഞ്ചിന്റെ കീഴിലായിരുന്നു ഈ ഒരു ഇത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഫ്രഞ്ചും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധത്തില് ഫ്രഞ്ച് തോൽക്കുകയും ബ്രിട്ടൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. 1814 ട്രീറ്റി ഓഫ് പാരീസ് പ്രകാരം ഈ ഒരു ഇത് ആർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഈ ഒരു മൗറീഷ്യസ് എന്ന് പറഞ്ഞ സ്ഥലം ഫ്രഞ്ച് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്തു, ഇംഗ്ലണ്ട് അല്ലെ UK-ക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പൊ അന്ന് മുതൽ തുടങ്ങിയ ഒരു യുദ്ധമാണ്. അങ്ങനെ നടക്കുന്നത്. ഇതിപ്പം ഇതിൽ ഡിയാഗോ ഗാർഷ്യയും നമ്മുടെ മൗറീഷ്യസും ഒന്നായിട്ട് കിടന്നതാണ്. അങ്ങനെ 1968 വരെ കുഴപ്പമൊന്നുമില്ല. 1968 മൗറീഷ്യസിനെ ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് UK ഡിക്ലെയർ ചെയ്തു. അങ്ങനെ മൗറീഷ്യസ് ഇൻഡിപെൻഡന്റ് ആയി. അന്ന് മുതൽ തുടങ്ങിയ ഒരു യുദ്ധമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇവര് രണ്ടുപേര്. അങ്ങനെ ഇപ്പോ അതിനൊരു എന്ത് വന്നു എന്നുള്ളതാണ്, ഒരു ആശ്വാസം വന്നു എന്നുള്ള ന്യൂസാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. 1638 to 1610 വരെ ഡച്ച് ഭരിച്ചു. അതിനുശേഷം 1715 ആയപ്പോഴത്തേക്ക് ഫ്രഞ്ച് ഭരിക്കുന്നു. ഫ്രഞ്ചിന്റെ അധീനതയിലായിരുന്ന സ്ഥലം 1814 ട്രീറ്റി ഓഫ് പാരീസ് പ്രകാരം ആര് കയ്യിലാക്കുന്നു, ഇംഗ്ലണ്ട് കയ്യിലാക്കുന്നു. അങ്ങനെ ഡയാഗോ ഗാർഷ്യയും മൗറീഷ്യസും ഒന്നിച്ചു കിടന്നതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡയാഗോ ഗാർഷ്യയെ ആരുടെ കയ്യിലാക്കി, ഇംഗ്ലണ്ടിന്റെ കയ്യിലാക്കുകയും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിലാക്കുകയും ദെൻ മൗറീഷ്യസിനെ ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അന്ന് മുതൽ തുടങ്ങിയ വഴക്കായിരുന്നു. ഇപ്പോഴാണ് അതിനൊരു തീരുമാനമായത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് വളരെ ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു ന്യൂസ് ആണ്. ഇന്ത്യ പുഷ് നീഡഡ് ടു എൻഡ് എയ്ഡ്സ് ആസ് എ ഗ്ലോബൽ ഹെൽത്ത് ത്രെറ്റ് ബൈ 2030 UN AIDS. സോ
UN-ന്റെ ഒരു സസ്റ്റൈൻ ഡെവലപ്മെന്റ് ഗോളിനകത്തുള്ള ഒരെണ്ണമാണ് എയ്ഡ്സിനെ ഒരു പബ്ലിക് ഹെൽത്ത് ത്രെറ്റ് ആക്കുക. 2030 എയ്ഡ്സിനെ പബ്ലിക് ഹെൽത്ത് ത്രെറ്റ് എന്നുള്ള രീതിയിലേക്ക് എൻഡ് ചെയ്യാന്നുള്ള ഒരു ഇതിലായിരുന്നു. അതായത് നമുക്കത് ഇനി അതിന് സ്പ്രെഡിങ് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ ആർക്കും അസുഖങ്ങളൊന്നും വരാതെ അതിന് നമ്മൾ എറാഡിക്കേറ്റ് ചെയ്യാന്നുള്ള രീതിയിലേക്കായിരുന്നു പോകുന്നത്. അപ്പൊ അതില് ഇന്ത്യ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒരു 44% കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിൽ. ഓൾറെഡി എയ്ഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കൂടുതലായിരുന്നു. അപ്പം ഒരു റീസെന്റ് ആയിട്ടൊരു 10 to 13 years എടുക്കുവാണെങ്കിൽ 44% നമുക്ക് ഇന്ത്യക്ക് ആ ഒരു ഫോളിൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ആ ഒരു എന്താ നമ്മൾ സ്വീകരിച്ച മെത്തേഡ്സ് ഒക്കെ ഭയങ്കര അപ്രീഷ്യബിൾ ആണെന്നാണ് UN-ന്റെ അഭിപ്രായം. അപ്പൊ UN ഓഫ് എയ്ഡ്സിന് ഡയറക്ടർ ആയിട്ടുള്ള ഈമൻ മർഫിയാണ് ഈ ഒരു കാര്യം അവകാശപ്പെട്ടിരിക്കുന്നത്. സോ അപ്പോൾ ഇതെന്ന് പറയുന്നത് പിന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അടുത്തൊരു 5 വർഷമാണ് ഏറ്റവും ഭയങ്കര ക്രൂഷ്യല്. ഇന്ത്യ ഹാഡ് മെയ്ഡ് നോട്ടബിൾ പ്രോഗ്രസ് ഇൻ റെഡ്യൂസിങ് ആനുവൽ എയ്ഡ്സ് റിലേറ്റഡ് ഡെത്ത് ബൈ 80% ആണ്. കണ്ടോ, 13 വർഷത്തിലേക്ക് 80% ഡെത്ത് റേറ്റ് ഇന്ത്യ കുറച്ചു എന്നുള്ള ന്യൂസ് ആണ് വരുന്നത്. സോ അപ്പൊ ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റും, മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാവുകയാണ് ഇന്ത്യ എന്നുള്ള കാര്യവും UN-ന്റെ ഹെഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതോടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് അവസാനിക്കുന്നു. മറ്റു ദിവസം കാണാം. ബൈ.